എവിടെ പോന്നു? ഇസ്താംബുൾ. അന്ന് ഞങ്ങളവിടെ പോയിരുന്നെങ്കിൽ ഈ കഴിച്ച ആശുപത്രിയിലായവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവുമായിരുന്നു തോന്നുന്നു. എന്തായാലും ദൈവമുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഞങ്ങൾ ഗോകുലാൻഡിലത്തെ കുത്തിമറയിലൊക്കെ കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ലുലുവിലേക്കാട്ടോ പോയത്. കൊച്ചിക്കാരുടെ മാത്രം സ്വകാര്യം അഹങ്കാരമായിരുന്ന ലുലു ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടല്ലോ. അപ്പം പിന്നെ ഒന്ന് അവിടെ ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി, ഫോണൊക്കെ നോക്കി, അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അങ്ങനെ നടന്നപ്പോൾ നമുക്ക് ഒന്നും കൂടെ വിശന്നു. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഫുഡ് കോർട്ടിൽ ചെന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരുന്നു. എന്നാൽ പിന്നെ എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഫ്രൂട്ട് ബേയിലേക്ക് പോയി. ഫ്രൂട്ട് ബേയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ മാംഗോ സീസണിൻ്റെ കുറേ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു. അതിൽ മാംഗോ ചില്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾക്ക് മാംഗോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയും. പിന്നെയാണ് നമ്മളിപ്പോൾ ടെൻഡർ കോക്കനട്ട് ഫലൂഡ കണ്ടു. ഫലൂഡ നിഷിൽ നിന്ന് ടെൻഡർ കോക്കനട്ട് ഫലൂഡ വാങ്ങിച്ചു. അതും ഒരു നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ KFC, അതില്ലാണ്ട് നമുക്കൊരു ആഘോഷമില്ലല്ലോ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഈ കാര്യം പറഞ്ഞത്. ഒരു മിനി ആനകൃഷ്ണ ഞാൻ കാണുന്നുണ്ട്. ആനകൃഷ്ണ കേൾക്കണ്ട, എന്ത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അത് മൊത്തം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് 2 പേര് ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അവർ വിളിച്ചു. അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ പോകാനിരുന്നാണ് ഈ പറഞ്ഞ ആദ്യം കാണിച്ച കഫേയിലോട്ടോ, ആ റെസ്റ്റോറൻറ്റിലേക്ക്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ അത് അടച്ചു കിടക്കണോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ പിന്നെ തിരിച്ച് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം തീർത്തു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.